ചെങ്കൽക്കുന്നിൽ സൂര്യകാന്തി കൃഷിയിറക്കി ശ്രദ്ധേയയാവുകയാണ് കാസർഗോഡ് കൊളത്തൂരിലെ യുവ കർഷക. ശ്രീവിദ്യ കൊളത്തൂരാണ് സൂര്യകാന്തി കൃഷിയിൽ 100 മേനി കൊയ്യുന്നത്. കാസർഗോഡ് പൊയ്നാച്ചിപ്പറമ്പിൽ പാതയോരത്താണ് സൂര്യകാന്തി വിടർന്ന ശോഭ പടർത്തി നിൽക്കുന്നത്. സുഹൃത്ത് വീട് വെക്കാനായി നിരപ്പാക്കിയ 50 സെന്റ് സ്ഥലത്താണ് ശ്രീവിദ്യ കൊളത്തൂർ ജനുവരി 31-ന് സൂര്യകാന്തി വിത്തിറക്കിയത്. പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു കൃഷി. ആദ്യ 2 തവണ പരാജയപ്പെട്ടിട്ടും ശ്രമം ഉപേക്ഷിച്ചില്ല. 3-ാം തവണ വിജയിച്ചു. ഇപ്പോൾ പാതയോരത്ത് മനോഹര കാഴ്ച ഒരുക്കുകയാണ് വിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി ചെടികൾ. തണ്ണിമത്തൻ കൃഷിക്കൊപ്പം സൂര്യകാന്തി പൂക്കൾ വിടർന്ന് ശോഭ പരത്തി നിൽക്കുകയാണ്. എനിക്ക് ഈ ഒരു കൃഷി ചെയ്യണമെന്ന് കഴിഞ്ഞ വർഷം തൊട്ടേലൊരു ആഗ്രഹമായിരുന്നു. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനെ ഒരു സൂര്യകാന്തി കൃഷി ഞാൻ എവിടെയും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളെ തെക്കൻ ജില്ലകളിലൊക്കെ ഇങ്ങനെ കുറേ പേര് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തമിഴ്നാട്, കർണാടകയൊക്കെ ആണല്ലോ ആൾക്കാർ അധികം ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മളെ നാട്ടിലും ഈ ഒരു സൂര്യകാന്തി ചെയ്യണമെന്നൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇപ്രാവശ്യം ഞാൻ ഒരു വലിയ രീതിയിൽ ചെയ്യാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്ക് സ്ഥലത്തിൻ്റെ ബുദ്ധിമുട്ടും അതുപോലെ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു എനിക്ക് തുടക്കത്തിൽ. സൂര്യകാന്തി കൃഷി 65 ദിവസം മുതൽ വിളവെടുത്തു തുടങ്ങാം. വിളവെടുത്താൽ ഇത്തവണ പൂർണ്ണമായും വിത്ത് ശേഖരിക്കാനാണ് തീരുമാനം. അടുത്ത തവണ കൂടുതൽ സ്ഥലത്ത് സൂര്യകാന്തി കൃഷി നടത്തുകയാണ് ലക്ഷ്യം. അടുത്ത വർഷം അങ്ങനെ സ്ഥലങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ, നല്ല വെള്ളമൊക്കെ ഉള്ള സ്ഥലം കിട്ടുകയാണെങ്കിൽ കൂടുതൽ ഏരിയയിൽ ഇത് കൃഷി ചെയ്യാനൊരു ആഗ്രഹമുണ്ട്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചറൽ മിഷന്റെ സഹകരണത്തോടെ പ്രിസിഷൻ ഫാമിംഗ് രീതിയിലാണ് കൃഷി. അച്ഛൻ KK നാരായണനും അമ്മ M ദാക്ഷായണിയും സഹോദരങ്ങളും ഭർത്താവും മക്കളും കൃഷിയിറക്കാനായി എല്ലാ സഹായങ്ങളും നൽകുന്നു. പൊയ്നാച്ചിപ്പറമ്പിലെ സൂര്യകാന്തി പാടത്തു നിന്നും ക്യാമറ പേഴ്സൺ സുനിൽ മുല്ലച്ചേരിക്കൊപ്പം ഷഫീഖ് നസറുള്ള, മീഡിയ 1 കാസർഗോഡ്.